നമസ്കാരം. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-ന് കടുത്ത തിരിച്ചടിയുണ്ടായാൽ പിണറായി വിജയനെ CPM മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കുകയോ അതല്ലെങ്കിൽ സ്വയം രാജിവെച്ച് പുറത്താകുകയോ ചെയ്യുമെന്ന് തീർച്ചയാണ്. സംസ്ഥാനത്തെ 20 സീറ്റുകളിലും LDF പരാജയപ്പെട്ടാൽ പിണറായി വിജയനെ ഒരു ദിവസം പോലും മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ CPM അനുവദിക്കില്ല. ജനങ്ങൾ കൂക്കുവിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വടകര, ആലത്തൂർ, പാലക്കാട്, കണ്ണൂർ സീറ്റുകളിൽ ഉറപ്പായി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. സംസ്ഥാനത്ത് CPI തിരുവനന്തപുരം, മാവേലിക്കര, വയനാട്, തൃശൂർ സീറ്റുകളിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ CPI നേതൃത്വവും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടാകും. പിണറായി വിരുദ്ധ വികാരം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് വിദേശത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത്. ഗൾഫും കിഴക്കനേഷ്യയുമായി ബന്ധപ്പെട്ട ബിസിനസ് നീക്കമാണ് യാത്രയ്ക്ക് പിന്നിലെന്ന് പറയുന്ന വിമർശകർ ഏറെ പേരാണ്. കോട്ടയം സീറ്റിൽ 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിലയിരുത്തിയിരുന്നത്. പിണറായി വിരുദ്ധ വികാരം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആഞ്ഞടിച്ചതായും 20,000 വോട്ടുകളുടെ മേൽക്കൈ മാത്രമേ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് ലഭിക്കൂ എന്നുമാണ് മാണി വിഭാഗം വിലയിരുത്തുന്നത്. പാലായിൽ ഉൾപ്പെടെ പിണറായി വിരുദ്ധ വികാരം ശക്തമായിരുന്നു. ചാഴിക്കാടൻ വിജയിച്ചാൽ അത് ചാഴിക്കാടന്റെ വ്യക്തിത്വത്തിനും പെരുമാറ്റത്തിനുമുള്ള വ്യക്തിപരമായ അംഗീകാരമായാണ് കേരള കോൺഗ്രസ് വിലയിരുത്തുന്നത്. LDF-ന് വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ തോൽവി നേരിട്ടാൽ അത് കേരളത്തിലുടനീളം പിണറായി വിരുദ്ധ തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചതായി CPM നേതൃത്വം വിലയിരുത്തും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി വോട്ട് തേടിയാൽ CPM മാത്രമല്ല LDF സംസ്ഥാനത്ത് തകർന്ന തരിപ്പണമാകുമെന്ന് തീർച്ചയാണ്. ആ നിലയിൽ നേതാവിനെ മാറ്റി പരീക്ഷിക്കാൻ CPM കേരളത്തിൽ നിർബന്ധിതരാവുകയാണ്. മരുമകൻ റിയാസിനെ പകരക്കാരനാക്കിയിട്ടുള്ള ഒത്തുതീർപ്പിനാണ് പിണറായി ശ്രമം നടത്തുന്നത്. കോൺഗ്രസിലെയും UDF-ലെയും അനൈക്യത്തിന്റെ പശ്ചാത്തലത്തിൽ CPM-നും LDF-നും 6 സീറ്റുകൾ വരെ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ, കാസർഗോഡ് ഉൾപ്പെടെ സീറ്റുകൾ CPM-ന് നഷ്ടമാകാൻ അടിസ്ഥാന കാരണം പിണറായി വിജയനോട് ജനങ്ങൾക്കുള്ള വ്യക്തി വിദ്വേഷമാണ്. കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലെ പൊതുവികാരം പൂർണ്ണമായി CPM-ന് എതിരായതും ഇടതുമുന്നണിക്ക് നിർണായകമായ പല സീറ്റുകളും നഷ്ടമാക്കാൻ ഇടയാകുമെന്ന് CPM നേതൃത്വം വിലയിരുത്തുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നാലും റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന കടുംപിടുത്തം പിണറായി വിജയനുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ KK ശൈലജയെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പിണറായി താൽപര്യപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയും നേതാവുമായി മാറിയ പിണറായിക്കെതിരെയുള്ള ജനവികാരമാണ് 20 സീറ്റുകളിലും പ്രതിഫലിക്കുക. മാത്രമല്ല, പിണറായി പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെ CPM-ന് വോട്ട് കുറയുമെന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ CPM ദേശീയ തലത്തിൽ നേരിയ ചലനം പോലും ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടിയല്ല. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടുമൊക്കെ ഇന്ന് ദേശീയ തലത്തിൽ ഒരാൾ പോലും ശ്രദ്ധിക്കുന്ന നേതാക്കളുമല്ല. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ മാധ്യമം പോലും കാരാട്ട്, യെച്ചൂരി നേതാക്കളുമായി ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കാൻ പോലും താല്പര്യം കാണിച്ചില്ല. CPM കേന്ദ്ര നേതാക്കൾ ജീവിച്ചു പോകുന്നതും അന്നം കഴിക്കുന്നതും കേരളത്തിലെ CPM ഘടകം നൽകുന്ന സഹായം ഒന്നുകൊണ്ട് മാത്രം. ആ നിലയിൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയെ ചോദ്യം ചെയ്യാൻ കാരാട്ടിനും യെച്ചൂരിക്കും തന്റെ ഇടവുമില്ല. കേരളത്തിലെ CPM ഘടകത്തിനുള്ളിൽ തന്നെ പിണറായി വിരുദ്ധ വികാരം അനിവാര്യമായി വരുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ പിണറായിക്കെതിരെ ശബ്ദിക്കാൻ CPM സെൻട്രൽ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒരു നേതാവ് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തിയാൽ അത് വിലപ്പോകില്ലെന്നാണ് പാർട്ടി അണികളുടെ ഇടയിലെ പൊതുവികാരം. മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പിണറായിയുടെ താൽപര്യത്തെ ഇടതുമുന്നണി എങ്ങനെ നോക്കിക്കാണും എന്നതിലും സംശയമുണ്ട്. നന്ദി.